സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മകേശ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മകേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവാ, എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവാ. ഗർഭികളും ശ്രാവികളും പുകഴ്ത്തും മകേശ, ഗർഭികളും ശ്രാവികളും പുകഴ്ത്തും മകേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. ഗംഭീരമായി മുഴങ്ങിടും പമ്പിച്ച സമുദ്രം, ഗംഭീരമായി മുഴങ്ങിടും പമ്പിച്ച സമുദ്രം. തമ്പുരാന്റെ വാക്കിനങ്ങ് കീഴ്പ്പെടും മകേശ, തമ്പുരാന്റെ വാക്കിനങ്ങ് കീഴ്പ്പെടും മകേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർക്കാനാണ് ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ്: ഉത്തരദിക്കനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാശത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്. ദാവീദ് മനുഷ്യനെക്കുറിച്ച് 139-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന: ദൈവമേ, നീ എന്നെ അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഉപ്പ് ഒരു അത്ഭുതമാണ്. വിഷമുള്ള 2 സാധനങ്ങൾ ചേർന്നതാണ് ഉപ്പ്. ഒന്ന് സോഡിയവും 2 ക്ലോറൈഡ് എന്നീ രണ്ടും കൂടെ ചേർന്നതാണ്. ഇത് വെവ്വേറെ ഉപയോഗിച്ചാൽ വലിയ വിഷം. ഇത് രണ്ടും ചേർന്നുള്ള ഉപ്പ് നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ഹാനികരമാകുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അത്ഭുതം! അൽനിക്കോ കാന്തം ഒരു അത്ഭുതമാണ്. ഇത് ലോകത്തിലേക്കും ശക്തിയേറിയ കാന്തമാണ്. അലുമിനിയം, നിക്കൽ, കോൾബാൾട്ട് എന്നീ 3 വസ്തുക്കൾ ചേർന്നതാണ്. അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. വിമാനങ്ങളിലെ പല അനലോഗ് മീറ്ററുകളിലും ഈ കാന്തം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പെർമനൻ്റ് മാഗ്നറ്റ് കൂടിയാണ്. ഇത് ഇലക്ട്രിക് മോട്ടോറുകളിലും ജനറേറ്ററുകളിലും സെൻസർ കൂടാതെ വിവിധ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻസിലും ഉപയോഗിക്കപ്പെടുന്നു. അടുത്തതായി വെള്ളം തന്നെ ഒരു അത്ഭുതമാണ്. രസതന്ത്രപരമായി പറഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും ചേർന്നുണ്ടാക്കുന്നതാണ്. 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനുമാണ്. ഓക്സിജൻ തീ പിടിക്കാൻ എളുപ്പവും ഉള്ളതാണ്. ഹൈഡ്രജൻ ജ്വലിച്ച് പ്രകാശിക്കും. എന്നാൽ ഇത് രണ്ടും കൂടി ചേരുന്ന വെള്ളം തീ കെടുത്താൻ സഹായിക്കുന്നു. അങ്ങനെ ലോകത്തിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അത്ഭുതകരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് രക്ഷ. ഇതും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നീചപാപിയെ ബഹുമാന്യനായി രൂപാന്തരപ്പെടുത്തുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. പാപിയായ മനുഷ്യനെ പാപമില്ലാതാക്കി പാപമംഗലമായ ലോകത്തിൽ പാപമേശാതവണ്ണം കാത്തു പരിപാലിക്കുന്ന ദൈവപ്രവർത്തികൾ എത്ര അത്ഭുതമാണ്! പുരാതന ലോകത്തിൽ പ്രധാനമായും 7 അത്ഭുതങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത് ഈജിപ്തിലെ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്ന് പറയും. രണ്ടാമത് ഹാങ്ങിങ് ഗാർഡൻ ബാബിലോണിലെ. മൂന്നാമത് ഒളിമ്പിയയിലെ സിയൂസ് പ്രതിമ. നാലാമത് എഫേസോസിലെ അർത്തമീസ് ആലയമാണ്. അടുത്തത് ഹെൽക്കാർനേസിലുള്ള മുസോളിനിയമാണ്. അലക്സാന്ദ്രിയയിലുള്ള ലൈറ്റ് ഹൗസാണ് അടുത്തത്. മധ്യകാല ലോകാത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഡ്ജ്, ഇറ്റാലിയിലെ കൊളോസിയം, അലക്സാണ്ട്രിയയിലെ ഭൂഗർഭ ഗുഹകൾ, കോൺസ്റ്റന്റിനോപ്പിളിലെ ഹേജിയ സോഫിയ, ചൈനയിലെ
പോർസലൈൻ ടവറും വൻമതിലും, ഇറ്റലിയിലെ പീസ ഗോപുരം, ചരിഞ്ഞ ഗോപുരം, ഇവയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക ലോകത്തിലെ അത്ഭുതങ്ങൾ ഈജിപ്തിലെ പിരമിഡ്, ഹേജിയ ഹോഫിയ, പീസയിലെ ചരിഞ്ഞ ഗോപുരം, ആഗ്രയിലെ താജ്മഹൽ, US വാഷിങ്ടൺ മോണ്യുമെൻറ്റ്, US എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, പാരീസിലെ ഈഫൽ ഗോപുരം. ഇനി അടുത്തത് പുതിയ ലോകാത്ഭുതങ്ങളാണ്. മെക്സിക്കോയിലെ ചീച്ചൻ ഇറ്റ്സ്, ബ്രസീലിലെ ക്രൈസ്റ്റ് ദ റെഡീമർ, റോമിലെ കൊളോസിയം, ചൈനയിലെ വൻമതിൽ, പെറുവിലെ മാച്ചു പിച്ച്, യോർദാനിലെ പെട്ര, ഇന്ത്യയിലെ താജ്മഹൽ എന്നിവയാണ്. ലോകത്തെ മുഴുവനുമായി നോക്കിയാലും ഇയ്യോബ് പറയുന്നത്, ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാശത്തിന്മേൽ തൂക്കുന്നു, അവൻ വെള്ളം മേഘങ്ങളെ കെട്ടിവയ്ക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നുമില്ല. മാത്രമല്ല സമുദ്രത്തിൻ്റെ ഒരു അതിർ കൽപ്പിച്ചിട്ടുണ്ട് ദൈവം, അതിനോട് ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിൻ്റെ തിരമാലകൾ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുത്തുന്ന ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കാതെ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാതവണ്ണം അത്ഭുതമേറിയതാകുന്നു. നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നു, ഇപ്പോൾ എൻ്റെ കണ്ണാൽ ഞാൻ കാണുന്നു. പ്രിയ ശ്രോതാക്കളെ, ദൈവപ്രവർത്തികളെയും അത്ഭുതങ്ങളെയും ഓർത്താൽ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാനല്ലാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ലോകത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. കലാപ്രതിഭകൾ ഒക്കെ വളരെ വാർത്തുണ്ടാക്കുവാൻ പ്രതിമകൾ സൃഷ്ടിച്ച് നാട്ടാറുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ജീവൻ കൊടുക്കുവാൻ സാധ്യമല്ല. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികളാകുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ചിന്തിച്ചാൽ ദാവീദിനെ പോലെ നമുക്കും പറയുവാനിടയായിത്തീരും, ദൈവമേ, നീ എന്നെ അത്ഭുതതിശയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മറ്റുള്ളവരെ മനുഷ്യ നിർമ്മിതങ്ങളായ ജീവനില്ലാത്തവയെ ദൈവം എന്ന് വിളിക്കുകയും അവരെ രക്ഷിച്ചതായുള്ള ചരിത്രം ഇല്ല. എന്നാൽ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതിനായിട്ട് ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.